പറയും എന്നെ ഹിന്ദു വിരോധിയാക്കല്ലേ, കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഹിന്ദുക്കളാണ്. ഒരു കാര്യം പറയാം, എൻ്റെ പൊന്നുമിത്രങ്ങളെ, നിങ്ങളെയൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ രാഷ്ട്രീയം കളിക്കുകയാണ്. പശുവിനെ കൊണ്ടുപോകുന്ന ലോറിയുടെ അടിയിലേക്ക് മുള്ളാണി കയറ്റിയിട്ട് ആ ലോറിക്കാരനെ മർദ്ദിക്കുന്നു. എന്തൊക്കെ പേക്കൂത്തുകൾ! ഇതൊന്ന് കണ്ടു നോക്ക്. രാജസ്ഥാനിലെ പശുക്കൾ ചത്തുടങ്ങി കിടക്കുന്നത് ഇപ്പോഴൊന്നും ഇല്ലേ ഒരു സ്നേഹവും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വന്തം അമ്മ ഇതുപോലെ വലിച്ചെറിയോ? ഒരിക്കലും ഇല്ല. ഇല്ല, ഞാനല്ല, നിങ്ങളാ പറയുന്നത്. പക്ഷെ അമ്മയാണെന്ന്. ഒരു കാര്യം കൂടി പറയാം, അവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ രോഗം വന്നും ചൂടേറ്റും അല്ലാതെ വയസ്സായി മരിക്കുന്ന പശുക്കളെ ഇതിങ്ങനെ ചവറുകൂട്ടയിൽ വലിച്ചെറിഞ്ഞു പോയപ്പോൾ ആയിരക്കണക്കിന് പശുക്കൾ. നിങ്ങൾക്ക് ഇത്രയ്ക്കും പശു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ല? അവിടുത്തെ സർക്കാർ എന്തുകൊണ്ട് ഇതിന് മുതിർന്നില്ല? നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ. ഇവിടെ പശുവും വിഷയമല്ല, പന്നിയും വിഷയമല്ല, ഒരു വലക്കയുടെ മൂടും വിഷയമല്ല. ഓരോരുത്തർക്കും രാഷ്ട്രീയം. ഏറ്റവും കൂടുതൽ മുസ്ലിം ഹിന്ദു എന്ന വർഗീയ ചിന്ത കൊണ്ടുവന്ന ഹിന്ദുക്കളുടെ വോട്ട് ഒരു ഭാഗത്തേക്ക് മൊത്തം പോകും. മുസ്ലിമിന്റെ വോട്ട് ഇവിടെ ഇങ്ങനെ പോകും. അപ്പൊ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കളെ വോട്ട് ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കാൻ സാധ്യത ആർക്കാ? BJPക്ക്. അതിൽ ഇരയാവുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. നിങ്ങളോട് പറയുന്ന കള്ളങ്ങൾ കേട്ട് മയങ്ങല്ലേ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന മനുഷ്യൻ അവന്റെ മതമോ ജാതിയോ നോക്കാതെ അവൻ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം ചിന്തിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലൊരു പ്രളയം വന്ന രക്ഷിക്കുന്നവന്റെ പേരോ രക്ഷപ്പെടുന്നവന്റെ പേരോ എവിടെയും ചേർത്ത് എഴുതാറില്ല. അത് ആരാന്ന് പോലും അറിയാറില്ല. എന്തൊക്കെ ദുരന്തം വന്നാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ പോലും മതവും ജാതിയും നോക്കി ആരെയും രക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടേ നോർത്ത് ഇന്ത്യയിൽ കാണിക്കുന്ന ഉടായ്പും അവിടെ കാണിക്കുന്ന പൊരിഞ്ഞ രാഷ്ട്രീയവും നിങ്ങൾ ഉൾക്കൊള്ളരുത്. കാരണം കേരളത്തിലെ പണ്ടത്തെക്കാളും കൂടുതൽ ഇപ്പോൾ വർഗീയത വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ചില പോസ്റ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ പൊന്നു സഹോ, നമ്മളെ വെച്ചിട്ടൊന്നും ഒരു ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം.